വാർത്തകൾ തുടരുന്നു. പരിസ്ഥിതിക്ക് താങ്ങായി തൊഴിലുറപ്പിന്റെ കരുത്ത്. കുന്നിടിച്ചും പാടം തൂർത്തും ജലസ്രോതസ്സുകൾ നികത്തിയും അനുദിനം പ്രകൃതി നാശോന്മുഖമാവുമ്പോൾ പരിസ്ഥിതിയുടെ നനവും പച്ചപ്പും നിലനിർത്താൻ പാടുപെടുകയാണ് തൊഴിലുറപ്പ് പദ്ധതി അംഗങ്ങൾ. കിണറുകൾ കുഴിച്ച്, കുളങ്ങൾക്ക് ആഴം കൂട്ടി, തോടുകൾ ശുചീകരിച്ച്, മഴക്കുഴികൾ നിർമ്മിച്ച്, പാടങ്ങൾ കൃഷിയോഗ്യമാക്കി, മാലിന്യങ്ങൾ സംസ്കരിച്ച് പദ്ധതി പുരോഗമിക്കുന്നു. നിരവധി പുരുഷന്മാർ പദ്ധതിയിൽ അംഗങ്ങളാണെങ്കിലും പെൺകരുത്തിന്റെ ബലത്തിലാണ് പരിസ്ഥിതി തളിർക്കുന്നത്. ജില്ലയിൽ തൊഴിലുറപ്പ് പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള 2.25 ലക്ഷം പേരിൽ 96% സ്ത്രീകളാണ്. 118 കോടിയുടെ പദ്ധതികളാണ് കഴിഞ്ഞ വർഷം ജില്ലയിൽ നടപ്പാക്കിയത്. പുതിയ വർഷത്തിൽ 188 കോടിയുടെ പദ്ധതികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ജലസംരക്ഷണം മുഖ്യ അജണ്ടയായെടുത്ത കഴിഞ്ഞ വർഷം 1500-ലധികം കിണറുകളാണ് വിവിധ പഞ്ചായത്തുകളിലായി നിർമ്മിച്ചത്. കുടിനീർ ദുരിതം പേറുന്ന ജില്ലയുടെ കിഴക്കൻ ഭാഗത്തെ പ്രത്യേകം പരിഗണിച്ചതോടെ പദ്ധതി വിജയമായി. ഏറ്റവും കൂടുതൽ കിണറുകൾ നിർമ്മിച്ചത് വരവൂർ, തെക്കുംകര, കടങ്ങോട്, എരുമപ്പെട്ടി തുടങ്ങിയ പഞ്ചായത്തുകളിലാണ്. ഭൂഗർഭജലം സംഭരിക്കുന്നതിനായി 5 ലക്ഷത്തിലധികം മഴക്കുഴികൾ കഴിഞ്ഞ വർഷം നിർമ്മിച്ചിട്ടുണ്ട്. 350 പൊതുകുളങ്ങളാണ് ആഴം കൂട്ടിയത്. ഇതിനു പുറമെ 100 കണക്കിന് തോടുകൾ വെട്ടിത്തെളിച്ച് നീരൊഴുക്ക് ശക്തിപ്പെടുത്തുകയും വരണ്ടു കിടന്ന ഏക്കറു കണക്കിന് പാടങ്ങൾ കൃഷിയോഗ്യമാക്കുകയും ചെയ്തു. പതിറ്റാണ്ടിലധികം കളയും ചേക്കപ്പുല്ലും നിറഞ്ഞ് കൃഷി അന്യമായിരുന്ന എടത്തിരുത്തിയിലെ മാണിയം താഴം പാടശേഖരം കൃഷിക്ക് ഉപയുക്തമാക്കിയത് തൊഴിലുറപ്പ് പദ്ധതിയാണ്. 10 ഏക്കറിലധികം വരുന്ന ഭൂമിയിൽ ഇക്കുറി നടത്തിയ നെൽകൃഷി 100 മേനി കൊയ്തതോടെ കോടിയിൽ പരം രൂപയുടെ സമഗ്ര നെൽകൃഷി പദ്ധതി സർക്കാർ ഇവിടെ ആസൂത്രണം ചെയ്യുന്നുണ്ട്. പുതിയ മഴക്കാലത്തെ ലക്ഷ്യം വെച്ച് മഴ സമൃദ്ധി പദ്ധതിക്കാണ് കൂടുതൽ ഊന്നൽ നൽകുന്നത്. ഓടിനും ടെറസിനും മുകളിൽ വീഴുന്ന വെള്ളം അരിച്ച് കിണറിലേക്ക് ഒഴുക്കുന്ന കിണർ റീചാർജ് പ്രവർത്തനമാണ് ഇതിൽ പ്രധാനം. അനൌദ്യോഗിക കണക്ക് പ്രകാരം 16 ലക്ഷത്തിലധികം വരുന്ന കേരളത്തിലെ കിണറുകളിൽ ഈ പ്രവർത്തനം നടപ്പിലാക്കുന്നതോടെ 2 വർഷം കൊണ്ട് 40% ജലക്ഷാമം പരിഹരിക്കപ്പെടുമെന്ന് വിദഗ്ധർ പറയുന്നു. പ്രകൃതി സംരക്ഷണത്തിന് മാലിന്യ സംസ്കരണം ഒഴിച്ചുകൂടാനാവാത്തതിനാൽ ഇക്കുറി മഴക്കുഴികളോടൊപ്പം കമ്പോസ്റ്റ് ബിറ്റുകൾ നിർമ്മിക്കുന്ന പ്രവൃത്തിയും നടക്കുന്നുണ്ട്. BPL പട്ടികജാതി കുടുംബങ്ങൾക്ക് പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കുവാനുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്നതും ഇക്കുറി തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമാണ്. പരിസ്ഥിതി ദിനമായ വ്യാഴാഴ്ച ജനവകുപ്പുമായി സഹകരിച്ച് 1.5 ലക്ഷം വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കുമെന്ന് തൊഴിലുറപ്പ് പദ്ധതി ജില്ലാ പ്രോഗ്രാം കോർഡിനേറ്റർ ചന്ദ്രബാബു പറഞ്ഞു. പെരിങ്ങോട്ടുകര ഹയർ സെക്കൻഡറി സ്കൂളിൽ SSLC പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. ഗീതാ ഗോപി MLA ഉദ്ഘാടനം ചെയ്തു. അതുപോലെ തന്നെ ഒരു ചടങ്ങിലുമാണ് നമ്മൾ സാക്ഷ്യം വഹിക്കുന്നത്. തൃശൂർ ജില്ലയിലെ നാട്ടിക മണ്ഡലത്തിൽ ഗവൺമെന്റ് സ്കൂളുകളിലെ വിജയം വളരെ നേർക്കുനേരെയാണ് ഇന്ന് ഈ മണ്ഡലത്തിന്റെ പൊതുജന സമൂഹം വീക്ഷിക്കുന്നത്. അത് പെരിങ്ങോട്ടുകര സ്കൂളും അതിനെ സാക്ഷ്യം വഹിച്ചു എന്നുള്ളതിൽ വളരെയധികം അഭിമാനപൂർവ്വം ഞാൻ സന്തോഷിക്കുകയാണ്. പ്രത്യേകിച്ച് പറഞ്ഞാൽ തീരദേശ മേഖലയിലെ വലപ്പാട് സെക്കൻഡറി സ്കൂൾ 100%, ഫിഷറീസ് ഗവൺമെന്റ് ഹൈസ്കൂൾ 100%, അതുപോലെ തന്നെ നാന്ദ ഹൈസ്കൂൾ 100%, പെരിങ്ങോട്ടുകര ഹൈസ്കൂൾ 100%, താനം സ്കൂൾ 100%. ഇതിലുപരി എന്താണ് ഈ മണ്ഡലത്തിലെ ഗവൺമെന്റ് സ്കൂളുകൾക്ക് നൽകാനുള്ള നേട്ടം? ഞാൻ പറഞ്ഞു വന്നത്, സാധാരണക്കാരായ കുടുംബത്തിലെ വിദ്യാർത്ഥികൾ ഗവൺമെന്റ് സ്കൂളിലെ പഠനവുമായി ബന്ധപ്പെടുത്തി രാത്രികാലങ്ങളിലും ട്യൂഷൻ കോച്ചിങ്ങും, അതിലുപരി നിങ്ങളുടെ വിദ്യാർത്ഥികൾക്ക് നിങ്ങളോടുള്ള ആ മനസ്സിന്റെ പൊരുത്തം അത് മനസ്സിലാക്കിയിട്ടുള്ള നിങ്ങളുടെ അധ്യാപകർ വളരെ കഠിനമായിട്ടുള്ള അധ്വാനം നിങ്ങളിൽ കണ്ടുകൊണ്ട് നിങ്ങൾക്ക് വേണ്ട പ്രോത്സാഹനങ്ങൾ നൽകിയ ഈ അധ്യാപകരെ നമ്മൾ. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് CC ശ്രീകുമാർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം ഷീല വിജയകുമാർ, PTA പ്രസിഡന്റ് ശ്രീദേവി, പ്രദീപ്, പ്രധാനാധ്യാപകരായ പുഷ്പ, ഷാരിമോൾ എന്നിവർ സംസാരിച്ചു. തൃപ്രയാർ ലെമർ പബ്ലിക് സ്കൂളിൽ KG വിഭാഗം പ്രവേശനോത്സവം സംഘടിപ്പിച്ചു. ട്രസ്റ്റ് സെക്രട്ടറി KK അബ്ദുൾ ലത്തീഫ് അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ ലത രാജഗോപാൽ, മാനേജർ II മുഹമ്മദ് അലി, ഹെഡ് മിസ്ട്രസ് സുനിത നന്ദൻ, ട്രഷറർ CA ഹാരിഷ്, വൈസ് പ്രിൻസിപ്പൽ സുജാത മോഹൻ ബാബു, AO ലത സേവ്യർ, മനീഷ ഷിഹാബ് എന്നിവർ സംസാരിച്ചു. നമ്മുടെ ഈ പിഞ്ചുമക്കളെ ഏതെല്ലാം രൂപത്തിൽ വാർത്തെടുക്കാൻ, നല്ല നിലയിൽ വാർത്തെടുക്കാൻ കഴിയുമോ അതിനുവേണ്ട എന്തെല്ലാം സൗകര്യങ്ങൾ ചെയ്യാൻ നമ്മൾക്ക് കഴിയുമോ അതെല്ലാം ചെയ്യാൻ മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് ഉറപ്പു തരുന്നു. എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഞങ്ങൾ സമീപിച്ചാൽ അതിൽ പരിഹരിക്കാം, പരിഹാരങ്ങൾ കാണാൻ വേണ്ടി ഞങ്ങൾ ശ്രമിക്കുന്നതാണ്.
സാധാരണഗതിയിൽ ഇന്ന് വിദ്യാഭ്യാസത്തിന് മാത്രമേ വില കൽപ്പിക്കുന്നുള്ളൂ. അവരുടെ കൾച്ചർ, അവരുടെ സ്വഭാവ രൂപീകരണം ഇത്യാദി കാര്യങ്ങളിൽ നമ്മുടെ രക്ഷിതാക്കൾ ഒരിക്കലും ശ്രദ്ധിക്കാറില്ല. ആര് വന്നാലും ചോദിക്കുന്നത് എൻ്റെ മകൾ എങ്ങനെയുണ്ട്, എൻ്റെ മക്കൾ എങ്ങനെയുണ്ട് എന്ന് മാത്രമാണ് ചോദിക്കുന്നത്. അവർ പഠിക്കുന്നുണ്ടോ, മറിച്ച് അവരുടെ സ്വഭാവം എങ്ങനെയുണ്ട്, അതല്ലെങ്കിൽ അവരുടെ പെരുമാറ്റങ്ങൾ എങ്ങനെയുണ്ട് എന്ന് ഇതുവരെയും ഒരു പേരന്റും ഞങ്ങളോട് വന്ന് ചോദിച്ചിട്ടില്ല. തീർച്ചയായിട്ടും അതിൽ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കണം നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. അതിനുവേണ്ടി ഈ വർഷത്തിൽ ആദ്യത്തെ ഒരാഴ്ച ഞങ്ങൾ ടീച്ചേഴ്സിന് കൊടുത്തിട്ടുള്ള നിർദ്ദേശം, ആദ്യത്തെ ഒരാഴ്ച കുട്ടികളെ പുസ്തകം തന്നെ തൊടിയിക്കരുത്. നിങ്ങളുടെ മാതാപിതാക്കളെ എങ്ങനെ സ്നേഹിക്കണം, മാതാപിതാക്കളോട് എങ്ങനെ പെരുമാറണം, അധ്യാപകരോട് എങ്ങനെ പെരുമാറണം. നാട്ടിക ഗവൺമെന്റ് ഫിഷറീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഉച്ചഭക്ഷണ വിതരണ പരിപാടി ഗീതാഗോപി MLA ഉദ്ഘാടനം ചെയ്തു. തീർച്ചയായിട്ടും നാട്ടിക മണ്ഡലത്തിൽ ഏറ്റവും ആദ്യമായി ഫിഷറീസ് സ്കൂളിൽ ഉച്ചഭക്ഷണം നമ്മുടെ മക്കൾക്കായി കൊടുക്കുന്ന ഈ ചടങ്ങ് നിങ്ങളോടൊപ്പം ഉച്ചഭക്ഷണം കഴിക്കണമെന്ന് ഞാൻ ഇന്നലെ തന്നെ തീരുമാനിച്ചത്. അതുകൊണ്ട് ഞാനിവിടെ കുറച്ച് കുട്ടികളെ പരിചയപ്പെട്ടപ്പോൾ എനിക്ക് ഈ സ്കൂളിലേക്ക് കാലെടുത്ത് വെച്ചാൽ ആദ്യം ഓർമ്മ വരിക എൻ്റെ മുന്നിലിരിക്കുന്ന കൊച്ചു കുട്ടികളുടെ മുഖമാണ്. അതുകൊണ്ട് തന്നെയാണ് MLA ആയി 2.5 വർഷത്തിനുള്ളിൽ ഒരുപാട് പ്രാവശ്യം ഞാൻ ഇവിടെ വന്നിരിക്കുന്ന സാഹചര്യത്തിൽ എൻ്റെ കുട്ടികൾ വെയിലത്ത് നിൽക്കുന്ന സാഹചര്യം കണ്ടിട്ടാണ് ഞാൻ ഈ ഫണ്ട് ഇവിടെ അനുവദിച്ചത്. ഇപ്പോൾ നിങ്ങൾ നിൽക്കുന്നത് കണ്ടപ്പോൾ മനപ്രയാസമുണ്ട്, വളരെയധികം പ്രയാസം. അതിനുള്ള പോംവഴി നമ്മുടെ മുന്നിൽ ഉണ്ടാവും, അത് പരിഹരിക്കും. അത് നിങ്ങൾക്ക് ഞാൻ ഉറപ്പു നൽകുകയാണ്. പഞ്ചായത്ത് അംഗം MK മോഹനൻ, പ്രിൻസിപ്പൽ KH സാജൻ, പ്രധാനാധ്യാപിക OK സതി, KR ഷീല, ഷാജി, ഹരിലാൽ, രാധാകൃഷ്ണൻ, സുനില ശ്രീധരൻ എന്നിവർ സംസാരിച്ചു. കാട്ടൂരിൽ വീണ്ടും ബാർ തുറക്കാൻ നീക്കം നടത്തുന്ന പഞ്ചായത്ത് പ്രസിഡന്റ് രാജിവെക്കണമെന്ന് യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. ഇതിനെതിരെ പ്രമേയം കൊണ്ടുവന്ന വൈസ് പ്രസിഡന്റ് KB തിലകനെയും പ്രതിപക്ഷ കോൺഗ്രസ് അംഗങ്ങളെയും അഭിനന്ദിക്കുന്നതായും യൂത്ത് കോൺഗ്രസ് കാട്ടൂർ മണ്ഡലം പ്രസിഡന്റ് കിരൺ ഒറ്റാലി പറഞ്ഞു. ബാർ തുറക്കാനുള്ള നീക്കത്തിനെതിരെ ശക്തമായ പ്രക്ഷോഭം ആരംഭിക്കുമെന്നും യൂത്ത് കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു. ഭണ്ഡാരം കുത്തി തുറക്കാൻ ശ്രമിക്കുന്നതിനിടെ മോഷ്ടാവിനെ ഇരിങ്ങാലക്കുട പോലീസ് അറസ്റ്റ് ചെയ്തു. ചെറായി പള്ളിപ്പുറം സ്വദേശി കിളിക്കോടൻ വീട്ടിൽ അജിമോൻ എന്ന ബാബുവിനെയാണ് ഇരിങ്ങാലക്കുട SI MJ ജിജോയും സംഘവും അറസ്റ്റ് ചെയ്തത്. ബുധനാഴ്ച പുലർച്ചെ കരുവന്നൂർ പള്ളിയുടെ ഭണ്ഡാരം കുത്തിപ്പൊളിക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് അറസ്റ്റ്. വലപ്പാട് സ്റ്റേഷൻ പരിധിയിലെ ഭണ്ഡാരം കുത്തിപ്പൊളിച്ച് പണം കവർന്ന കേസിലും പ്രതിയാണ് ഇയാൾ. പ്രതിയെ പിടികൂടിയ സംഘത്തിൽ പോലീസുകാരായ സുധീർ, സന്തോഷ് എന്നിവരും ഉണ്ടായിരുന്നു. ഇരിങ്ങാലക്കുട നടവരമ്പിൽ നിന്ന് അനധികൃതമായി മണ്ണെടുത്ത JCBയും ടിപ്പർ ലോറിയും പിടിച്ചെടുത്തു. മുകുന്ദപുരം പബ്ലിക് സ്കൂളിന് സമീപം സ്വകാര്യ സ്ഥലത്ത് നിന്ന് അനധികൃതമായി മണ്ണെടുത്തിരുന്ന 2 ടിപ്പർ ലോറികളും ഒരു JCBയുമാണ് പോലീസ് പിടികൂടിയത്. പിടികൂടിയ വാഹനങ്ങൾ RDOയ്ക്ക് കൈമാറുമെന്ന് പോലീസ് അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. കയ്പമംഗലം കാളമുറിയിൽ കുടുംബവഴക്കിനെ തുടർന്ന് ഭർത്തൃ സഹോദരന്റെ കുത്തേറ്റ് യുവതി മരിച്ചു. കാളമുറി പള്ളിപ്പറമ്പിൽ ഇസഹാഖ് അലിയുടെ ഭാര്യ ജാസ്മിനാണ് മരിച്ചത്. വാടാനപ്പള്ളി നടുവിൽക്കരയിൽ സ്വകാര്യ ബസ് സ്കൂൾ വാനിലിടിച്ച് 3 വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു. ഇരിങ്ങാലക്കുട മേഖലയിൽ കപ്പേളകൾ ആക്രമിച്ച സംഭവത്തിൽ 2 പേരെ ഇരിങ്ങാലക്കുട പോലീസ് അറസ്റ്റ് ചെയ്തു. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.